ഇവരെ സ്വീകരിക്കാൻ വേണ്ടി വരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. സൈഫു, ഇതൊരു വളരെ ആഹ്ലാദ നിമിഷമാണ്, കുടുംബത്തിൻ്റെ ഈ ഒത്തുചേരൽ അല്ലേ? അതെ അതെ, ഈ മായയുടെ ഭർത്താവാണ് ഇത്. ഇദ്ദേഹത്തിന്റെ സഹോദരിയും ഒപ്പം തന്നെ ഭാര്യയുമാണ് വനത്തിൽ കുടുങ്ങിയിരിക്കുന്നത്. പേടിച്ചു പോയല്ലേ രണ്ടുപേരെയും? പേടിച്ച് അതെ അതെ, ഇവർ കാണാനായിട്ട് ഈ വഴിയിലേക്ക് ഇറങ്ങി നിൽക്കാൻ പോവുകയാണ്. ഇദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഈ മായയെ കാണാതാകുന്ന സമയത്ത് ഇദ്ദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കായിട്ട് പോയതായിരുന്നു. അവിടെ നിന്ന് വരുന്ന വഴിക്കാണ് മായ ഫോണിൽ വിളിച്ചിങ്ങനെ വനത്തിൽ കുടുങ്ങി എന്നൊക്കെ അറിയിച്ചത്. ഇദ്ദേഹം ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും കാലിനൊക്കെ വലിയ നീരും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും വഴിയിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. ഭാര്യയുടെയും സഹോദരിയുടെയും ഒക്കെ വരവൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര വിതുമ്പിക്കൊണ്ടാണ് നമ്മൾ നേരത്തെ സംസാരിച്ചത്. ഇദ്ദേഹം കണ്ടെത്തിയെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം പേടിച്ചു പോയിരുന്നു എന്നൊക്കെ നമ്മളോട് പറഞ്ഞിരുന്നു. എന്തായാലും ഇപ്പം തന്നെ അവരെത്തും. ദൂരെ അവർ വരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്ന് ഒരുപാട് പേർ നടന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഇവരുടെ കുടുംബവും ഈ നാടൊന്നാകെ, എനിക്ക് തോന്നുന്നു CP നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണിക്കാൻ തോന്നുന്നു, എത്ര പേരെ അവരെ കാത്തു നിൽക്കുന്നതെന്ന്. ഈ നാടൊന്നാകെ കാത്തു നിൽക്കുകയാണ്. മായയെയും പാർക്കുട്ടിയെയും ഡാർലിയെയും ഒക്കെ കാണാനായി ഈ കുട്ടമ്പുഴയിലെ ഗ്രാമം മുഴുവൻ കാത്തു നിൽക്കുകയാണ്. ഇവരുടെ ഒരു കൂട്ടായ്മയുടെ ഒരു സന്തോഷ നിമിഷം കൂടിയാണിത്. കാരണം എന്താണ് ഇവരെങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നതെന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ മനസ്സിലാക്കാം. കാരണം ഒരാപത്ത് വന്നാൽ, ഒരു പ്രശ്നം വന്നാൽ ഈ നാട് എങ്ങനെ കൂടെ നിൽക്കും എന്നുള്ളതാണ്. നാട്ടുകാരെല്ലാവരും, സ്ത്രീകള്, കുട്ടികള്, പ്രായമായവര് ഒക്കെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഒരു 8-9 വർഷം മുമ്പ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതാ. ഒരാള്, എന്റെ ഭാര്യ, അതിന്റെ പിറ്റേ ദിവസം കിട്ടിയത്. എന്റെ ഭാര്യ അതുമാതിരി ഒരു ദിവസം കാട്ടിയുടെ പോയത്. ചേട്ടന്റെ ഭാര്യയാണ് പോയത്. രാവിലെ കേൾക്കുന്നു കാണാൻ. അല്ല, 8-9 വർഷം മുന്നേ പോയത് എന്റെ ഭാര്യയാണ്. ആട്ട് പിറ്റേ ദിവസം രാവിലെ കിട്ടിയത്. വിറകെടുക്കാൻ പോയതല്ലേ, കൂട്ടത്തിൽപ്പെട്ട് പോയത്. ഇവിടുന്ന് വിറക് കെട്ടി പോയതാ. തലയിലേക്ക് എടുത്ത് ഇങ്ങോട്ട് പോകേണ്ടതിന് അങ്ങോട്ട് പോയി. അത്ര വ്യത്യാസം വന്നു. പേടിച്ചു പോയെന്ന്. പേടിച്ചോന്നോ? മായയുടെ ഭർത്താവിന്റെ അവസ്ഥയൊക്കെ മനസ്സിലാവാൻ. അതെ അതെ, നമ്മുടെ നാട്ടിലെ പലരുമാണെങ്കിൽ ഒരു ദിവസം എന്ത് രീതിയിൽ പറഞ്ഞു അദ്ദേഹം പേടിച്ചു പോയെന്ന് പറഞ്ഞത്. എത്ര സ്നേഹമുള്ളൊരു ഭർത്താവാണ് സൈഫു. ഇന്നലെ രാത്രി ഒരു പോളെ കണ്ടതല്ല, രാത്രി ഫുള്ള് കാട്ടിലാണ്. അതെ അതെ അതെ, അത് പറഞ്ഞിട്ടില്ലേ, ഇതുപോലൊരു അനുഭവം ഉള്ളത് കൊണ്ടാണ് നമ്മൾ കാട്ടിൽ കിടക്കാതെ ഇങ്ങോട്ട് അന്വേഷിച്ച് വരുന്നത്. കാരണം ഈ നാട് മുഴുവൻ വരുന്നത് ഇവർക്കൊക്കെ ഇതുപോലെ ഓരോ അനുഭവങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ ഒരു ദിവസം ഒരു രാത്രിയൊക്കെ ഭയപ്പെടുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു മണിക്കൂർ കാണാതായാൽ പോലും ഈ അയൽപ്പക്കത്തേക്ക് ഓടി പോവാ, അവളെ കാണുന്നില്ല അല്ലെങ്കിൽ ഇയാളെ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവരാണ് ഓടി വരിക, ഇവരാണ് കാട്ടിലേക്ക് ഓടി കയറുക. അപ്പൊ അങ്ങനെ ഒരു നാടാണിത്. അവര് തിരിച്ചു വന്നതാ മായ എത്തുകയാണ്. മായ കുടുംബത്തിലേക്ക് ചേരുന്ന കാഴ്ചകളാണ്. മായയെ സ്വീകരിക്കാൻ, പാറക്കുട്ടിയെ സ്വീകരിക്കാൻ, ഡാർലിയെ സ്വീകരിക്കാൻ ഒരു ഗ്രാമം മുഴുവൻ ഇങ്ങനെ തയ്യാറായി നിൽക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ വാർത്താ പ്രഭാതത്തിലെ ഏറ്റവും സുന്ദരമായ കാഴ്ചയാണ്. ഒരു രാത്രിയും ഒരു പാതി പകലും മുഴുവൻ ആധിയിലും ആശങ്കയിലുമായിരുന്ന മനുഷ്യരാണ്. നമ്മളൊപ്പം അലി അക്ബർ ഷാ ഉണ്ട്. അലി അക്ബർ ഷായാണ് എക്സ്ക്ലൂസീവായിട്ട് അവരുടെ പ്രതികരണങ്ങൾ നൽകിയത്. ഏറ്റവും കലർപ്പില്ലാത്ത കണ്ണീര് ഇവിടെ എത്തി തിരിച്ചു കൊണ്ടുവരുന്ന ആ ഒരു ഭാഗങ്ങൾ തന്നെയാണ്, കിട്ടിയതിന്റെ ഒരു സന്തോഷ ഭാഗങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് ഇതാണ് മായയുടെ അമ്മയാണ്. നല്ല തനി തങ്കമുള്ള മനുഷ്യര് കണ്ണീരോടെ കാത്തു നിന്നതാണ്. കലർപ്പില്ലാത്ത കണ്ണീരാണ് ഈ കാണുന്നത്. അതെ അതെ അതെ, ഒരു നാട് ഈ മനുഷ്യരെ ഇത്രയും സ്നേഹിച്ചിരുന്നുവെന്ന് ഈ മനുഷ്യരറിയും. ഇവര് ഒരുപക്ഷെ കാശിന്റെ കാര്യത്തിലേ അല്പം കുറവുള്ളൂ, സ്നേഹത്തിന്റെ കാര്യത്തിലൊക്കെ ഇവര് വളരെ കോടീശ്വരികളാണ്. മായ അതെ 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 അതെ, ഇപ്പൊ MLA ഒക്കെ ഉണ്ട് ഇവരെ വരവേൽക്കാനായി. ഒരു നാടും മുഴുവനുണ്ട്, MLA അടക്കം എല്ലാവരും ഉണ്ട്. പാറക്കുട്ടിയമ്മയൊക്കെ പുറകിൽ വരുന്നുണ്ട്. പാറക്കുട്ടിയമ്മയെക്കാത്തും കുടുംബം നിൽക്കുന്നുണ്ട്. ഈ പാറക്കുട്ടിയമ്മയും മായയും നാത്തുമാരാട്ടോ. നാത്തുമാരാണ് ഈ കൂട്ടുകൂടി പോയത്. നാത്തുമാർ മാത്രമല്ല, മായയുടെ പശുവിനത്തിലേക്ക് ഭാര്യയുമാണ്. മായയുടെ പശുവിനത്തിലേക്ക് ഡാർലി പോയി കൂടെ അല്ലേ? അതെ 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 അതെ, അതാണ് അതിന്റെ ഒരു സന്തോഷമാണ്. മായയുടെ ഭർത്താവാണ് കെട്ടിപ്പിടിക്കുന്നത്. വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. മായയാണ് അദ്ദേഹത്തിനൊപ്പം എപ്പോഴും ഉണ്ടാവുന്നത്. മായ ഒരു രാത്രി കാട്ടിൽ ഒറ്റപ്പെട്ടു പോയി എന്ന് അറിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് താങ്ങാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇദ്ദേഹത്തിന് എല്ലാ ബുദ്ധിമുട്ടുകളും അറിയുന്ന അലിയുടെ മൈക്ക് ഓണാക്കാം. തണ്ടയിലല്ലേ? എനിക്കറിയാം. പക്ഷെ രാത്രി ഞാൻ എങ്ങനെയടി അന്വേഷിച്ച് വരണേ? എനിക്ക് സ്ഥലം അറിയായിരുന്നു, പക്ഷെ എനിക്ക് അന്വേഷിച്ച് പോകാൻ പറ്റില്ല. ഞങ്ങള് കൂട്ടുകാരാ, ഞങ്ങള് ഈ കാട് മൊത്തം അരിച്ചു കിടന്നിട്ടുള്ള ആൾക്കാരാ. പക്ഷെ ഇവൾക്ക് ഇച്ചിരി ഞാൻ പറഞ്ഞു
അരുൺകുമാർ, സൗഹൃദങ്ങളുടെ ദൃശ്യങ്ങളാണ് ആ കാണുന്നത്. അരുൺകുമാർ പറഞ്ഞതുപോലെ കലർപ്പില്ലാത്ത സ്നേഹത്തിന്റെയും കണ്ണീരിന്റെയും ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കാത്തു നിൽക്കുകയായിരുന്നു ഈ നാട്. നമ്മൾ പറഞ്ഞതുപോലെ കൂട്ടുകാരും അയൽക്കാരും ഒക്കെയായി വലിയൊരു ജനക്കൂട്ടം ഇവരെ 3 പേരെയും കാത്തു പുറത്ത് നിൽക്കുന്നുണ്ട്. ആ കാത്തു നിൽക്കാൻ ക്ഷമയില്ലാത്തൊരു കൂട്ടുകാരി വഴിയിൽ വന്ന് കാത്തുനിന്ന ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. കണ്ട ഉടനെ പാറുക്കുട്ടി അമ്മയെ ചേർത്ത് പിടിച്ച് ഈ സങ്കടം പറഞ്ഞ ദൃശ്യമാണ് കണ്ടത് അരുൺകുമാർ. അതെ, മാത്രമല്ല ഞാൻ പശുവിൻ്റെ ദൃശ്യം കൂടി നമുക്കൊന്ന് പ്രേക്ഷകരെ കാണിക്കണം. നമ്മുടെ വിഷ്വൽസ് ഉണ്ട്. നമ്മുടെ സേഫ് ന്യൂസ് പശുവിൻ്റെ അടുത്ത് എത്തിയിരുന്നു. തിരിച്ച് പശുവിനെ ഈ മായ കാണുന്ന കാഴ്ചയും വളരെ കൗതുകമുള്ള കാഴ്ചയായിരിക്കും. ഒരുപാട് രസകരമായ കാഴ്ചയാണ് അലി നമ്മളിപ്പോൾ പ്രേക്ഷകർക്ക് കൊടുക്കുന്നത്.